ഇന്നത്തെ ബേസിക് ഇലക്ട്രോണിക്സ് ക്ലാസ്സിൽ നമുക്ക് ആദ്യമായി വോൾട്ടേജ്, കറണ്ട്, യൂണിറ്റ് എന്നിവ എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യമായി തന്നെ വോൾട്ടേജ് എന്നാൽ എന്താണ്? ഒരു വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു ചാലകത്തിൻ്റെ രണ്ടറ്റത്തും കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിനെ ക്യാപിറ്റൽ വി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു ചാലകത്തിൻ്റെ രണ്ടറ്റത്തും കൊടുക്കുന്ന ഫോഴ്സിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി കറണ്ട് എന്താണെന്ന് നോക്കാം. ഒരു വയറിലൂടെയോ സർക്യൂട്ടിലൂടെയോ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ആംബിയറാണ്. ക്യാപിറ്റൽ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഒരു വയറിലൂടെയോ സർക്യൂട്ടിലൂടെയോ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. അടുത്തതായി വാട്ട്സ്. വാട്ട് എന്നാൽ എന്താണ്? ഒരു ഉപകരണം പ്രവർത്തിക്കാൻ ആവശ്യമായ പവറിനെ എന്തെന്ന് പറയുന്നു? വാട്ട് എന്ന് പറയുന്നു. അതിൻ്റെ സിമ്പൽ W ആണ്. കൂടാതെ നമുക്ക് എന്താണ്? റെസിസ്റ്ററുകളെ പറ്റി പഠിക്കാം. എന്താണ് റെസിസ്റ്റർ? റെസിസ്റ്റർ എന്ന് വച്ചാൽ വൈദ്യുത പ്രവാഹത്തെ പ്രതിരോധിക്കുന്ന കമ്പോണൻറ്റുകളെയാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ്? ഒരു വൈദ്യുത പ്രവാഹത്തെ പ്രതിരോധിക്കുന്ന കമ്പോണൻറ്റുകളെയാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ്, അതാണ് മീനിങ് തന്നെ ഉണ്ട്, റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആക്റ്റീവ് കമ്പോണൻ്റ് എന്നും പാസീവ് കമ്പോണൻ്റ് എന്നും പറയുന്നു. ആക്റ്റീവ് കമ്പോണൻറ്റിൽ പെട്ടതാണ് ഡയോഡ്, ട്രാൻസ്ഫോമർ, മോസ്ഫെറ്റ് തുടങ്ങിയവ. പാസീവ് കമ്പോണൻറ്റിൽ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് ഉള്ളത്. കൂടാതെ എന്താണ് റെസിസ്റ്ററുകളുടെ ജോലി എന്ന് കൂടി നോക്കാം. ഒരു സ്ഥലത്തേക്കുള്ള വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നതാണ് റെസിസ്റ്ററുകളുടെ പ്രധാന ജോലി. റെസിസ്റ്ററുടെ വാല്യൂ അനുസരിച്ച് കറണ്ട് വ്യത്യാസവുമായിരിക്കും.